ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘ ആദ്യം തന്നെ വീട് അന്വേഷിച്ച് പോയ കടക്കാരൻ പറയുന്നത് വെച്ചാൽ 20,000 രൂപയ്ക്കൊക്കെ വീടുണ്ടാവുള്ളൂ. അത് കേട്ട് നിരാശയോടെയാണ് മേഘ നടക്കുന്നത്. എന്നിട്ട് അവിടെ അടുത്ത കടയിൽ പോയിട്ട് ആ കടക്കാരനോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇവിടെ എവിടെയെങ്കിലും വാടക വീട് കിട്ടുമോ? നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് പറയൂ. ഒരു 7,000-8,000 കിട്ടുന്ന രീതിയിലുള്ള വീട് കിട്ടുമോ? മേഘ അയാൾ അടിമുടി ഒന്ന് നോക്കുവാണ്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, 7,000-8,000 ഈ ഏരിയയിൽ വീടുണ്ടാവില്ല മാഡം. നിങ്ങൾ പറഞ്ഞ റേറ്റിന് വീട് കിട്ടണമെങ്കിൽ കുറച്ച് അങ്ങോട്ടേക്ക് വേറൊരു വഴിയുണ്ട്, അങ്ങോട്ടേക്ക് പോകണം. അവിടെ നിങ്ങൾ ഈ പറയുന്ന റേറ്റിനുള്ള വീട് കിട്ടുകയുള്ളൂ. അപ്പോൾ മേഘ അയാളോട് ചോദിക്കുന്നുണ്ട്, ആ ഏരിയ ഏത് ഭാഗത്താണ്? ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ അങ്ങനെ അയാൾ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അതിന് ശേഷം പറയുന്നത് വെച്ചാൽ അതൊരു സ്ലമ്മാണ്, ചേരി. അത് കേട്ടിട്ട് മേഘ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ട്, അയ്യോ അതൊന്നും വേണ്ട, ചേരിയിലൊന്നും വീട് വേണ്ട. അവിടെ നിങ്ങൾ ചോദിച്ച് ഈ റേറ്റിനുള്ള വീടൊക്കെ കിട്ടും. അല്ല, ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു താമസിച്ചത്? അപ്പോൾ മേഘ തലതാഴ്ത്തിയിട്ട് സങ്കടത്തോടെ പറയാണ്, ഞാൻ സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചത്. ഓ, അതുകൊണ്ടാണ് ചെന്നൈയിലുള്ള വാടകയുടെ നിരക്കൊന്നും നിങ്ങൾക്കറിയാത്തത്. നിങ്ങൾ പറഞ്ഞ വാടക പൈസക്ക് സ്ലമ്മിൽ മാത്രമേ വീട് കിട്ടുള്ളൂ. ഈ ഏരിയയിലൊക്കെ 20,000 ഇല്ലാതെ വാടക വീട് കിട്ടില്ല. അതും 1000 നിർദ്ദേശങ്ങളും ഉണ്ടാവും. അപ്പോൾ അവളിങ്ങനെ മനസ്സിലാകെ ടെൻഷനോടെ ചിന്തിക്കുകയാണ്, അയ്യോ അത്രയും പണത്തിന് ഞാൻ എവിടെയാണ് പോവുക? താങ്ക്സ് ചേട്ടാ, ഞാൻ പോവുകയാണ്. ശരി, ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് അയാളും പറയുന്നുണ്ട്. മേഘ വീണ്ടും അലയുകയാണ് വീടിന് വേണ്ടി. ആ സമയത്ത് അമ്പലത്തറയിൽ കിടക്കുകയായിരുന്നു മുത്തശ്ശിയും അതുപോലെ പ്രിയക്കുട്ടിയും. പ്രിയ വിശന്നിട്ടാണ് എഴുന്നേൽക്കുന്നത്. അത് കണ്ടിട്ട് മനോഹരൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഉറക്കം വരുന്നില്ലേ? എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന മുത്തശ്ശിയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. മുത്തശ്ശി എനിക്ക് വിശക്കുന്നു മുത്തശ്ശി. അയ്യോ, കുട്ടിക്ക് വിശക്കുന്നതാണല്ലോ മനോഹര പറയുന്നത്. മുത്തശ്ശി വേഗം സങ്കടത്തോടെ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പ്രിയയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മനോഹരനോട് പറയുന്നുണ്ട്, കുട്ടിക്ക് വിശക്കുന്നു എന്ന് പറയുന്നുടാ. എന്നിട്ട് അവരുടെ സാരിത്തലപ്പിൽ നിന്നും ഒരു 10-20 രൂപയുടെ നോട്ട് എടുത്ത് കൊടുത്തിട്ട് മനോഹരന് കൊടുത്തിട്ട് പറയാണ്, ഇന്നാ പോയിട്ട് ചായയോ ബന്നോ എന്തെങ്കിലും വാങ്ങിയിട്ട് വാ. ആ ചേച്ചി, ഞാൻ വാങ്ങിയിട്ട് വരാം, വേഗം പോയി വാങ്ങിയിട്ട് വാടാ. അപ്പോൾ അയാളും സങ്കടത്തോടെ പറയാണ്, എങ്ങനെ ജീവിക്കേണ്ട കുഞ്ഞാ, അതിനെ നടു റോട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുക, അതും പട്ടിണി കിടത്തിക്കൊണ്ട്. അവർക്കും അത് ആലോചിച്ചപ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. അവർ പ്രിയയെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഇപ്പം തന്നെ വാങ്ങിയിട്ട് വരൂ കേട്ടോ. ശരി ചേച്ചി, ഞാൻ പോയിട്ട് വരാം. എന്നിട്ട് പ്രിയയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്, അമ്മ കുറച്ച് സമയം കൊണ്ട് ഏതെങ്കിലും വീട് കണ്ടുപിടിക്കും. അവിടെ നമുക്ക് പോയിട്ട് മുത്തശ്ശി മോൾക്ക് വേഗം എന്തെങ്കിലും പാചകം ചെയ്തു തരാം. ശരി മുത്തശ്ശി. മേഘയാണെങ്കിൽ നടന്ന് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ ഓരോ ഏരിയയിലും പോയിട്ട് ഇങ്ങനെ വാടക വീട് കിട്ടുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാഗത്തൊന്നും അവിടെയൊന്നും വാടകയ്ക്ക് വീട് കൊടുക്കുന്നില്ല എന്നും ഇനി മറ്റുള്ള ഭാഗത്താണെങ്കിൽ അവൾ പ്രതീക്ഷിച്ച റേറ്റിനുള്ള വീടുകളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിലുള്ള പണത്തിന് എവിടെയും വാടക വീട് കിട്ടില്ലെന്നാണല്ലോ തോന്നുന്നത്. മേഘ പരിഭ്രമത്തോടെ ചിന്തിക്കുകയാണ്. എന്നിട്ട് അവൾ നടത്തം അവസാനിപ്പിക്കുന്നില്ല. അവൾ വീണ്ടും വാടക വീട് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അതേസമയം ലക്ഷ്മിയാണെങ്കിൽ ടെറസിലിരുന്നിട്ട് ഓരോന്നോർത്തിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്കാണ് ചന്ദ്രിക വരുന്നത്. അമ്മ, എന്തിനാ അമ്മ കരയുന്നത്? അവരോട് ചോദിച്ച സമയത്ത് അവർ വേഗം കണ്ണു തുടക്കുവാണ്. എന്നിട്ട് സങ്കടത്തോടെ ചന്ദ്രികയോട് പറയുന്നുണ്ട്, എന്തൊക്കെ ദ്രോഹങ്ങൾ മേഘ നമുക്ക് ചെയ്താലും അവൾ ഈ വീട്ടിൽ വളർന്നതാണ്. അവൾ കഷ്ടപ്പെടുന്നത് എന്നെക്കൊണ്ട് കാണാൻ കഴിയുന്നില്ല മോളെ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കരഞ്ഞത്. എൻ്റെ സങ്കടങ്ങളും പരാതികളും ദൈവത്തോട് പറയാൻ വേണ്ടിയിട്ട്. ദൈവമെങ്കിലും ഇനി അവൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, മേഘയ്ക്ക് നല്ല ബുദ്ധി വരും അമ്മ ഇങ്ങനെ ടെൻഷൻ ആവാതെ. ചന്ദ്രികയ്ക്കും അതൊരു സങ്കടം ഉണ്ടാക്കിയ കാര്യം തന്നെയാണ് മേഘ അവിടുന്ന് പോയത്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, പാവം മേഘ, കുട്ടിക്കാലം തൊട്ടേ അവൾ എല്ലാ സുഖസൗകര്യങ്ങളോടു കൂടി ജീവിച്ചവളാണ്. സ്വർണത്തിൻ്റെ പാത്രത്തിലും സ്വർണത്തിൻ്റെ സ്പൂണൊക്കെ വെച്ച് കഴിച്ച കുട്ടിയാണ്. ഇന്ന് താമസിക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയിൽ അവൾ നടു റോട്ടിലാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല ചന്ദ്രിക. വാടക വീട്ടിൽ അഡ്വാൻസ് കൊടുക്കാൻ പോലും അവളുടെ കയ്യിൽ പണം ഉണ്ടാവുമെന്ന് അറിയില്ല. അവരോരോന്നോരോന്ന് എണ്ണി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയാണ്. ആരുടെ അടുത്താണോ കടം ചോദിക്കാൻ വേണ്ടി പോകുന്നതെന്ന് അറിയില്ല. മേഘയെ പറ്റി അറിയാവുന്ന ആരും തന്നെ അവൾക്ക് കടമോ അല്ലെങ്കിൽ പണമോ സഹായിക്കില്ല. ആ ചെറിയ കുഞ്ഞിനെയും വെച്ച് അവൾ എവിടെയെങ്കിലും പോയി കഷ്ടപ്പെടുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിന് സഹിക്കാനാവുന്നില്ല. ലക്ഷ്മി ഓരോന്ന് എണ്ണി പറഞ്ഞ് ഇങ്ങനെ പൊട്ടിക്കരയാണ്. അപ്പോൾ ചന്ദ്രിക അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. എന്നിട്ട് അവൾ സാരി തലപ്പിന് പിന്നിൽ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പണം എടുക്കുകയാണ്. എന്നിട്ട് ലക്ഷ്മിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, അമ്മ ഇത് കൊണ്ടുപോയിട്ട് മേഘയ്ക്ക് കൊടുക്ക്. ഇത് വെച്ച് അവൾ നല്ലൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ പോയി താമസിച്ചോട്ടെ.
അതിനുശേഷം മാസാമാസം അവൾക്കും കുഞ്ഞിനും ആവശ്യമുള്ള പണം ഞാൻ തന്നെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാം. അത് കേട്ടിട്ട് ലക്ഷ്മി അവളെ ഒരു വല്ലാത്ത സങ്കടത്തോടെ നോക്കുവാണ്. ലക്ഷ്മിക്ക് സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എന്ന് അറിയില്ല, കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അമ്മ ഒന്നുകൊണ്ടും പരിഭ്രമിക്കേണ്ട, മേഘയെ നമ്മൾ നന്നായിട്ട് തന്നെ നോക്കും. അവർ വേഗം കണ്ണ് തുടച്ചിട്ട് ആ പണം വാങ്ങിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രികയോട് പറയുന്നുണ്ട്, നിന്റെ നല്ല മനസ്സിന് നിനക്ക് എപ്പോഴും നല്ലതേ വരുള്ളൂ ചന്ദ്രിക. ഇങ്ങനെ ഒരു മനസ്സ് എന്തുകൊണ്ടാണ് ദൈവം അമ്മ മേഘയ്ക്കില്ലാതെ പോയത്? ദൈവം എന്തുകൊണ്ടായിരിക്കും അവൾക്ക് മാത്രം ഇങ്ങനെ ഒരു മനസ്സ് കൊടുത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അമ്മ ഞാൻ മേഘയ്ക്ക് പണം തന്ന കാര്യം അച്ഛൻ അറിയണ്ട. എനിക്കറിയാം മോളെ, അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേഷ്യം പിടിക്കും. ഞാൻ ഇപ്പം തന്നെ പോയി ഈ പണം മേഘയ്ക്ക് കൊടുത്തിട്ട് വരാം. ലക്ഷ്മി പറഞ്ഞപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ശരിയമ്മ, വേഗം പോയിട്ട് വാ. മേഘ അത്യാവശ്യം നല്ലൊരു ഒരു ഏരിയയിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ വലിയ വലിയ വീടുകളാണ് ഉണ്ടായിരുന്നത്. അവിടെ ടോയ്ലറ്റ് എന്ന് എഴുതി വെച്ച് കണ്ടിട്ട് മേഘ വേഗം തന്നെ ആ നമ്പറിലേക്ക് കോൾ ചെയ്യുകയാണ്. അപ്പോൾ ആ സ്ത്രീ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് മേഘയോട് കാര്യം ചോദിക്കുകയാണ്. മേഘ ചോദിക്കുന്നുണ്ട്, ഇവിടെ വാടകയ്ക്ക് വീട് കിട്ടുമോ? അപ്പോൾ ഈ വീടൊക്കെ വാടകയ്ക്കുള്ളതാണോ? അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എത്രയാണ് പണം ഉള്ളത്? ഒരു 7,000 8,000 പറ്റുന്നത്. 7,000 8,000? ഇതൊക്കെ 25,000 രൂപ വാടകയുള്ള വീടാണ്. അഡ്വാൻസ് തന്നെയുണ്ട് 10 ലക്ഷം രൂപ. അതൊന്നും ഇല്ലെങ്കിൽ വേഗം തന്നെ ഇവിടുന്ന് പൊയ്ക്കോ. ആ സ്ത്രീ പറഞ്ഞത് കേട്ടിട്ട് മേഘ ഒന്നും പറയാതെ അവിടെ നിന്ന് പോവുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ ഒരു വീടിന് മുന്നിൽ വീണ്ടും അതുപോലെ തന്നെ ടോയ്ലറ്റ് എന്നുള്ള ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ മേഘ ആ നമ്പർ നോക്കിയിട്ട് അവരെ കോൾ ചെയ്യാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ടോയ്ലറ്റ് എന്നുള്ള ബോർഡ് നോക്കിയിട്ട് വിളിച്ചതാണ്, ഞാൻ നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിലുണ്ട്, ഞാൻ 2ാം നിലയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അവർ മേലെ നിന്ന് നോക്കുകയാണ്. എന്നിട്ട് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, എത്രയാണ് വാടക ഉദ്ദേശിക്കുന്നത്? ഒരു 7,000 8,000 രൂപ? ഇല്ല, ആ ഒരു റേഞ്ചിലൊന്നും ഇവിടെ വീടില്ല മാഡം. ഇവിടെ ഒരു 20,000 രൂപയ്ക്കൊക്കെ വീടുള്ളൂ. ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. എന്നിട്ട് വേറൊരു സ്ഥലത്തെത്തിയിട്ട് വേറൊരു ആളോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇവിടെ 7,000 8,000 രൂപയ്ക്ക് വാടക വീട് കിട്ടുമോ? ആ പണത്തിനൊന്നും ഇവിടെ വാടക വീടില്ല മോളെ, ഇവിടെ 15,000 രൂപയാണ് വാടക. ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് മേഘ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ചെറിയ ചെറിയ വീടുകളുള്ള ഏരിയയിലേക്കാണ് പോയത്. അവിടെ വെച്ചിട്ട് ഒരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട്, ഈ ഏരിയയിലൊന്നും ഇപ്പോൾ വാടകയ്ക്കൊന്നും വീട് കൊടുക്കുന്നില്ല. ഓ അങ്ങനെയാണോ, എങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ട് മേഘ അവിടെ നിന്നും നിരാശയായിട്ട് മടങ്ങുവാണ്. മേഘ ശരിക്കും നിരാശയായിട്ടുണ്ടായിരുന്നു. അവൾ ആകെ തളർന്നിരിക്കുകയാണ്. അതേസമയം ചന്ദ്രികയും സിദ്ധാർത്ഥും കല്യാണമൊക്കെ ക്ഷണിക്കാൻ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു കയറി വരുമ്പോൾ തന്നെ ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക, അങ്കിള് തന്നിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് വീടിൻ്റെ ലിസ്റ്റ്? ആ വീട്ടിലൊക്കെ കല്യാണം ക്ഷണിച്ചു കഴിഞ്ഞില്ലേ? ആ സർ, അവിടെയൊക്കെ കല്യാണം ക്ഷണിച്ചു. ഇനി ആരും ബാക്കിയില്ലല്ലോ? ഇല്ല സർ. നിൻ്റെ ഫ്രണ്ട്സിനെ മുഴുവൻ വിളിച്ചോ? അവർക്കൊക്കെ നാളെ കൊടുക്കാം സർ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോ? അതൊക്കെ ഞാൻ എങ്ങനെ ഒഴിവാക്കാനാണ് ചന്ദ്രിക? എല്ലാവരെയും വിളിച്ചു. കുറച്ച് പേർക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവരെ ഫോണിൽ വിളിച്ചിട്ട് കാര്യം പറയാം. അവർ രണ്ടുപേരും അകത്തേക്ക് കയറി വരികയാണ്. ആ സമയത്താണ് പൂജാമുറിയിലായിട്ട് മലർ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണുന്നത്. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു ആകെ അതിശയത്തോടെ ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക ഇത്? മലർ ഇതുവരെ പൂജാമുറിയിൽ തനിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. ചന്ദ്രികയ്ക്കും അത് വലിയൊരു അതിശയം തന്നെയായിരുന്നു. അതിനു മാത്രം എന്തായിരിക്കും അവൾ പ്രാർത്ഥിക്കുന്നത്? അതാ സർ എനിക്കും മനസ്സിലാവാത്തത്. എന്തായിരിക്കും കാരണം? ആ സമയത്ത് മലർ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. അവൾ കരയുവാണല്ലോ ചന്ദ്രിക. മലർ കരഞ്ഞുകൊണ്ട് അതിനു മാത്രം എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നുണ്ടാവുക? എനിക്കും അറിയില്ല ചന്ദ്രിക. വാ നമുക്ക് അവളോട് തന്നെ ചോദിച്ചു നോക്കാം. രണ്ടുപേരും പൂജാമുറിയിൽ കയറിയിട്ട് മലറിനോട് ചോദിക്കുകയാണ്, മലർ, എന്താ കരഞ്ഞുകൊണ്ട് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ നിറകണ്ണുകളോടെ മലർ പറയുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങളുടെ കല്യാണം നിന്നു പോയതല്ലേ, അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരു പ്രശ്നവും ഉണ്ടാവരുതെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു അമ്മ. അത് കേട്ടതും ചന്ദ്രികയുടെയും സിദ്ധുവിൻ്റെയും കണ്ണ് നിറയുകയാണ്. ചന്ദ്രിക മകളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ മലർ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ, ഞാനൊരു സ്കൂളിലെ മിസ്സിനൊക്കെ കല്യാണക്കത്ത് കൊടുത്തോട്ടെ? അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നീ ആർക്കൊക്കെയാണ് എൻ്റെ മോൾക്ക് കല്യാണക്കത്ത് കൊടുക്കേണ്ടത് അവർക്കൊക്കെ കൊടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മാത്സ് മിസ്സ്, ഇംഗ്ലീഷ് മിസ്സ്, എൻ്റെ സ്കൂളിലുള്ള ഫ്രണ്ട്സ് എല്ലാവർക്കും കൊടുത്തോട്ടെ. ആടാ, മോൾക്ക് വേണ്ടുന്ന എത്രയും പേർക്ക് കൊടുത്തോ. അത് കേട്ടതും സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് കുറച്ച് കല്യാണക്കത്ത് എടുത്തിട്ടാണ് മലർ പോകുന്നത്. മലർ അവിടുന്ന് പോയെങ്കിലും ചന്ദ്രികയുടെയും സിദ്ധുവിൻ്റെയും മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. സിദ്ധു പറയുന്നുണ്ട്, മലറിനെ നമ്മൾ ചെറിയ കുട്ടിയായിട്ടാണ് കാണുന്നത്, പക്ഷേ അവൾ നമ്മുടെ കല്യാണം നിന്നു പോയതിന് എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതെ സർ, ഇത്തവണ ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മുടെ കല്യാണം നടക്കുമായിരിക്കും അല്ലേ സർ? ഇനിയും അത് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ചന്ദ്രിക. ഇത്തവണ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നല്ല രീതിയിൽ തന്നെ നമ്മുടെ കല്യാണം നടക്കും. പ്രിയ ആകെ വിഷമിച്ച് സങ്കടത്തോടെ കിടക്കുകയാണ്.
മനോഹരനും മുത്തശ്ശിയാണെങ്കിൽ അവിടെ ഇങ്ങനെ മേഘയും കാത്തിട്ടിരിക്കുന്നുണ്ട്. ഒരുപാട് നേരമായി മേഘ പോയിട്ട്. അവരാകെ എല്ലാവരും മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനോഹരൻ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി വീട് നോക്കാനാണെന്നും പറഞ്ഞിട്ട് മേഘ പോയിട്ട് ഒരുപാട് നേരമായല്ലോ, ഇത്രയും നേരമായിട്ട് ഇവളെന്താ തിരിച്ചു വരാത്തത്? ചേച്ചിക്ക് എന്താ തോന്നുന്നത്? വീട് എവിടെയെങ്കിലും കിട്ടിക്കാണുമോ? എവിടെ കിട്ടാൻ? നീ എന്തേ വിചാരിക്കുന്നത്? അവളുടെ കയ്യിലുള്ള കാശിന് എവിടെ നിന്നാ വീട് കിട്ടേണ്ടത്? ആരാ അവൾക്ക് വീട് കൊടുക്കേണ്ടത്? അഡ്വാൻസ് തന്നെ ലക്ഷക്കണക്കിന് രൂപയാവും. മേഘ വെച്ചിരിക്കുന്ന പണത്തിന് അവൾക്ക് വീടൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. ഏതെങ്കിലും കുഗ്രാമത്തിൽ ഒന്നുകിൽ ആസ്ബറ്റോസ് ഷീറ്റിട്ട വീടോ അല്ലെങ്കിൽ ഓല മേഞ്ഞ വീടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും മേഘയുടെ കയ്യിലുള്ള പൈസക്ക് കിട്ടുക. അല്ല ചേച്ചി, അങ്ങനെയുള്ള വീട്ടിലൊക്കെ നിങ്ങളുടെ കൊച്ചുമോള് താമസിക്കോ? അതല്ലാതെ മറ്റെന്ത് വഴിയാ ഉള്ളത്? അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. ജനിച്ച കാലം തൊട്ട് സ്വർണ്ണപാത്രത്തിലും സ്വർണ്ണ സ്പൂൺ കൊണ്ടൊക്കെ കഴിച്ചവളാണ്. അവളുടെ ഓരോ പിടിപ്പുകേട് കാരണമാണ് അവളിപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്. അല്ല ചേച്ചി, ഇത്രയൊക്കെ അപമാനിക്കപ്പെട്ടിട്ടും മേഘ ഇനിയും തിരുത്തുന്നതായിട്ട് തോന്നുന്നില്ലല്ലോ ചേച്ചി. ഇനി എപ്പോഴായിരിക്കും നിങ്ങളുടെ കൊച്ചുമോളൊന്ന് തിരുത്തി നന്നാവുക? അത് ആ ദൈവത്തിന് മാത്രമേ അറിയൂ. മുത്തശ്ശി മേലോട്ടേക്ക് നോക്കിയിട്ട് പറയാണ്. അപ്പോൾ മനോഹരം പിറുപിറുക്കുന്നുണ്ട്, ദൈവത്തിന് പോലും ചേച്ചിയുടെ കൊച്ചുമോൾ എപ്പോഴാണ് തിരുത്തുകയെന്ന് അറിയില്ല. അപ്പോഴേക്കും നടന്ന് ക്ഷീണിച്ചിട്ട് വേർത്തുകൊണ്ട് മേഘ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ചേച്ചി നിങ്ങളുടെ കൊച്ചുമോളതാ വരുന്നു. എടാ വീട് കിട്ടിയിട്ടുണ്ടാവോ? മേഘയുടെ മുഖത്തെന്തോ ടെൻഷനുള്ള പോലെയാണല്ലോ ഉള്ളത്. നിങ്ങൾ തന്നെ ചോദിച്ചു നോക്ക്. മേഘ വന്നിട്ട് അവർക്കൊപ്പം ആ ആൽത്തറയിൽ ഇരിക്കുകയാണ്. എന്താ മേഘ, വീട് എവിടെയെങ്കിലും കിട്ടിയോ? ഇല്ല മുത്തശ്ശി, ഞാൻ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വീട് എവിടെയും കിട്ടുന്നില്ല. അവർ പ്രതീക്ഷിച്ച മറുപടി ആയതുകൊണ്ട് രണ്ടുപേർക്കും വലിയ ഷോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു വീട് കിട്ടുകയാണെങ്കിൽ അവിടെ അഡ്വാൻസും വാടകയും ഒരുപാട് അധികമാണ്. അപ്പോൾ മുത്തശ്ശി ചെറുതായിട്ട് പരിഹസിക്കുന്ന രീതിയിൽ അവളോട് ചോദിക്കുന്നുണ്ട്, നിന്റെ കയ്യിൽ കാശില്ലല്ലോ, കാശുണ്ടെങ്കിൽ മാത്രമല്ലേ നീ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വീട് കിട്ടുള്ളൂ. ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, അവരാരെങ്കിലും പണം തന്ന് സഹായിക്കും. അപ്പോൾ മനോഹരം പറഞ്ഞു കൊടുക്കുകയാണ്, മേഘ ഞാനൊരു കാര്യം പറയാം, നീ നന്നായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നിന്റെ ഫ്രണ്ട്സ് നിനക്ക് സഹായിക്കും. ഇപ്പം നീ ഒന്നുമില്ലാതെയാണ് ജീവിക്കുന്നത്, അത് നിന്റെ കൂട്ടുകാർക്ക് മുഴുവനും അറിയുകയും ചെയ്യാം. ഈ സമയത്ത് നീ അവരോട് ആരോടെങ്കിലും സഹായം ചോദിക്കുകയാണെങ്കിൽ ആരും നിന്നെ സഹായിക്കുന്നു നീ കരുതണ്ട. മേഘ മറുത്തൊന്നും പറയുന്നില്ല. അത് ചെറുതായിട്ടൊക്കെ ശരിയാണെന്നുള്ളത് അവൾക്കും അറിയായിരുന്നു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മേഘ നമ്മൾ അഹങ്കാരവും ദേഷ്യവും കൊണ്ടല്ല ജീവിക്കേണ്ടത്, സാമർത്ഥ്യത്തോടെ വേണം ജീവിക്കാൻ. ശരിയാണെന്നുള്ള അർത്ഥത്തിൽ മനോഹരനും തലയാട്ടുമാണ്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിന്റെ അച്ഛൻ സിദ്ധുവിനോടും ചന്ദ്രികയോടും മാപ്പ് ചോദിക്കുന്നു പറഞ്ഞ സമയത്ത് പെട്ടെന്ന് തന്നെ നീ പോയിട്ട് അവരോട് മാപ്പ് ചോദിക്കണമായിരുന്നു. നിന്റെ അഹങ്കാരം നിറഞ്ഞ സ്വഭാവം അതിൽ നിന്നും നിന്നെ തടുത്തു നിർത്തി. ഇപ്പോൾ വീട് നോക്കിയിട്ട് നായെപ്പോലെ അലയുവാണ്. ഒരു വീട് പോലും ഈ ഒരു പണത്തിനൊന്നും നമുക്ക് കിട്ടില്ല. മേഘ ഒന്നും തിരിച്ചു പറയുന്നില്ല, കാരണം അവിടെ അത്രയധികം ക്ഷീണിതയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഘ രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട്, വല്ലാതെ ക്ഷീണമാവുന്നുണ്ട്, എനിക്ക് കുറച്ച് വെള്ളം തരൂ ആദ്യം. മനോഹരം വെള്ളത്തിൻ്റെ ബോട്ടിലെടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. അയ്യോ വെള്ളമില്ലല്ലോ. മേഘയ്ക്ക് അത് കാണിച്ചു കൊടുത്തതും മേഘയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ തന്നെ അവൾ വേർത്തിട്ട് ആകെ ക്ഷീണതയായിട്ടാണ് ഉള്ളത്. എന്താ ഇത്, വെറും ബോട്ടിലാണോ നിങ്ങളെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്? അല്ല മേഘ, വല്ലാത്ത ദാഹം ഉണ്ടായിരുന്നു, അത് കാരണം ഞാനും ചേച്ചിയും കുടിച്ച് തീർത്തു പോയതാണ്. കുടിച്ചത് തെറ്റല്ല, പക്ഷെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം അതിൽ നിറച്ച് വെച്ചൂടെ? ഈ വെയിലിൽ ഒരുത്തി അലഞ്ഞു തിരിയാൻ പോയിട്ടുണ്ട്, അവൾ തിരിച്ചു വരികയാണെങ്കിൽ അവൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കുടിക്കണമെന്ന് പോലും നിങ്ങൾ ചിന്തിച്ചില്ലേ? ഈ ക്ഷീണത്തിൽ നിൽക്കുന്ന എന്നെ എന്നിട്ട് ഉപദേശിക്കാൻ നിൽക്കുകയാണ്. മാമ പോയിട്ട് അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ശരി മേഘ. മനോഹരൻ അതിൽ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പിൻ്റെ ചോട്ടിലേക്ക് പോവുകയാണ്. വേഗം പോയിട്ട് വാടാ. വേഗം വരാം. അയാൾ കുറച്ച് ദൂരം നടന്നപ്പോഴാണ് ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്നത്. മനോഹരന് സത്യം പറഞ്ഞാൽ വല്ലാത്ത സന്തോഷമായിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയെ കണ്ടപ്പോൾ. ലക്ഷ്മിയും മനോഹരനെ കണ്ടപ്പോൾ അവരവിടെ തന്നെയാണ് നിൽക്കുന്നതെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. ചേച്ചി 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 തിരിച്ച് വേഗം അവരുടെ അടുത്തേക്ക് തന്നെ വന്നിട്ട് ഓടി വന്നിട്ട് മനോഹരൻ സന്തോഷത്തോടെ പറയാണ്, എന്താടാ ചേച്ചി, നമ്മളെ അന്വേഷിച്ചിട്ട് ലക്ഷ്മി ചേച്ചി വരുന്നുണ്ട്. ലക്ഷ്മി അന്വേഷിച്ച് വരുന്നത് കണ്ടപ്പോൾ മേഘയ്ക്ക് ചെറുതായിട്ടൊരു സന്തോഷമായിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മേഘയെക്കാട്ടിൽ സന്തോഷം മുത്തശ്ശിക്കായിരുന്നു. അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ലക്ഷ്മി വന്നല്ലോ. എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ടായിരുന്നു മേഘയെ അന്വേഷിച്ചിട്ട് ലക്ഷ്മി വരാതിരിക്കില്ല എന്ന്. കാരണം കുഞ്ഞുനാൾ തൊട്ട് അവളെ വളർത്തി വലുതാക്കിയത് ലക്ഷ്മിയാണ്. അത്രത്തോളം സ്നേഹത്തോടെയാണ് അവൾ മേഘയെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് മേഘയോടുള്ള സ്നേഹം ഒരു നാളും കുറഞ്ഞു പോവില്ല. വളർത്തിയ സ്നേഹം ഒരു കാലത്തും നഷ്ടപ്പെടില്ല. മേഘ എന്തൊക്കെ തെറ്റ് ചെയ്താലും അതൊക്കെ ലക്ഷ്മിക്ക് ക്ഷമിച്ചു കൊടുക്കാൻ സാധിക്കും. ലക്ഷ്മിയെ കണ്ടതും സന്തോഷത്തോടെ മുത്തശ്ശി മനോഹരനും പറയാണ്, വാ ലക്ഷ്മി. പക്ഷെ മേഘയാണെങ്കിൽ മുൻപ് മഹേന്ദ്രനെ കണ്ടപ്പോൾ ചെയ്തതുപോലെ തന്നെ കാലിന് മുകളിൽ കാലും കയറ്റി വെച്ച് അഹങ്കാരത്തോടെ ഇരിക്കുകയാണ്. അവളുടെ ഗൗരവവും അഹങ്കാരവും ഒന്നും സ്വല്പം പോലും അവൾ കുറക്കാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ ലക്ഷ്മി വന്നിട്ട് ചെറിയമ്മയോടായിട്ട് ചോദിക്കുകയാണ്, എന്താ ചെറിയമ്മേ, നിങ്ങൾക്ക് ഇനിയും വീട് കിട്ടിയില്ലേ?
മേഘ അപ്പോഴും വലിയ മൈൻഡൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ്. അപ്പം മുത്തശ്ശി അവളെ നോക്കിക്കൊണ്ട് പേടിച്ച് പേടിച്ച് പറയുന്നുണ്ട്, അത് പിന്നെ മേഘ വലിയ വലിയ വീടുകളാണ് ലക്ഷ്മി നോക്കുന്നത്, പക്ഷേ അവളുടെ കയ്യിലുള്ള പൈസക്ക് ഓലക്കുടിൽ പോലും കിട്ടുന്നു തോന്നുന്നില്ല. അപ്പോൾ അവർ മേഘയോട് പറയാണ്, എന്താ മേഘ, അച്ഛൻ പറഞ്ഞ സമയത്ത് തന്നെ മാപ്പ് ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം മാപ്പ് തരുമായിരുന്നില്ലേ? അതിന് മേഘ മറുത്തൊന്നും പറയുന്നില്ല. അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ മുത്തശ്ശിയും മനോഹരനും തലയാട്ടുന്നുണ്ട്. നിനക്കും ആ വീട്ടിൽ തന്നെ താമസിച്ചൂടായിരുന്നോ? ഇങ്ങനെ വന്ന് നീ എന്തിനാ മേഘ കഷ്ടപ്പെടുന്നത്? അപ്പം മേഘ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ കഷ്ടപ്പെടുവാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മേഘയുടെ അഹങ്കാരം നിറഞ്ഞ സംസാരം അപ്പോഴും കേട്ടപ്പോൾ മനോഹരനും മുത്തശ്ശിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ മേഘ ഒരു തരിമ്പ് പോലും വിട്ടുകൊടുക്കുന്നില്ല. അവൾ പറയുന്നുണ്ട്, ഇത്രയും കാലം എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചു, ഇനി കുറച്ചു കാലം അതില്ലാതെ ജീവിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെടുവാണെന്ന് വിചാരിച്ച് നിങ്ങൾ ആരും സന്തോഷിക്കേണ്ട. അത് കേട്ടപ്പോൾ ലക്ഷ്മി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിന്റെ ഈ വേണ്ടാത്ത അഹങ്കാരം നിറഞ്ഞ സംസാരമാണ് നിന്നെ ഈ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. നീ എവിടെയാണെങ്കിലും സന്തോഷത്തോടെ നന്നായിട്ട് ജീവിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിന്റെ കയ്യിൽ വലിയ വീട് വാടകയ്ക്ക് എടുക്കാനുള്ള കാശില്ലാന്ന് ഞങ്ങൾക്കറിയാം. ബാഗ് തുറന്നിട്ട് ചന്ദ്രിക കൊടുത്തിട്ടുണ്ടായിരുന്ന ആ പണം എടുത്തിട്ട് ലക്ഷ്മി മേഘയ്ക്ക് നേരെ നീട്ടുവാണ്. ഇന്നാ ഈ പണം വെച്ചിട്ട് എവിടെയെങ്കിലും വലിയൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ പോയി താമസിക്ക്. നിനക്ക് ജോലി എന്തെങ്കിലും കിട്ടുന്നത് വരെ മാസാമാസം നിങ്ങൾക്കുള്ള ചെലവിന് ചന്ദ്രിക എന്തെങ്കിലും പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ പണം നീട്ടി കൊടുക്കുന്നത്. അത് കണ്ടിട്ട് മുത്തശ്ശിക്കും മനോഹരന് ഒത്തിരി സന്തോഷമായി. കാരണം അതൊരു കെട്ടി നോട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കേട്ട സമയത്ത് മേഘയുടെ ദേഷ്യം കൊണ്ട് അരിച്ച് കയറുകയാണ്. അവളിങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് തൽക്കാലം ഈ പണം നീ വെച്ചോ. മുത്തശ്ശിയുടെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തിലാണ്. പ്രിയ ഉൾപ്പെടെ എല്ലാവരും മുഖത്ത് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം മുത്തശ്ശി ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ലക്ഷ്മി, നിന്റെ മനസ്സ്, ഈ നല്ല മനസ്സ് ആർക്കും ഉണ്ടാവില്ല. മേഘ ഇത്രയധികം തെറ്റുകൾ ചെയ്തിട്ടും അതൊക്കെ മാപ്പ് കൊടുത്ത് വീടിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി ഇത്രയധികം പണം വന്ന് കൊണ്ടു കൊടുക്കുന്നത് തന്നെ നോക്ക്. നീ എപ്പോഴും നന്നായിട്ട് വരും ലക്ഷ്മി. മേഘ, നിന്റെ അമ്മ തരുന്ന ആ പണം നീ വാങ്ങിക്കോ. ഈ പണം മതിയാവില്ലെങ്കിൽ പറ, ബാക്കിയുള്ള പണം എത്രയാന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്ന് തരാം, ഇന്നാ എന്ന് പറഞ്ഞിട്ട് ആ പണം മേഘയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് ലക്ഷ്മി. പക്ഷെ ആ സമയത്ത് മേഘ തിരിച്ചെന്താ ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങളെന്താ എനിക്ക് പിച്ച തരികയാണോ എന്ന് പറഞ്ഞിട്ട് അത്രയും പണം മുഴുവൻ ലക്ഷ്മിയുടെ മുഖത്തിന് നേരെ വലിച്ചെറിയാണ്. അത് കണ്ടിട്ട് മുത്തശ്ശിയും മനോഹരനും ശരിക്കും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.